ഈ 5 തരത്തിലുള്ള ആളുകൾ നിങ്ങളുടെ ജീവിതം വേണമെങ്കിൽ നശിപ്പിക്കാം, അവരെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തും. ആരൊക്കെയാണ് എന്നുള്ളതല്ലേ? ഈ 5 പേര് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാം. ആദ്യത്തേത്, നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യുന്നവർ. അവരെന്ത് കാര്യത്തിന് നിങ്ങളെ വിമർശിക്കും. നിങ്ങൾ എന്ത് നല്ലത് ചെയ്താലും അവർ നിങ്ങളുടെ കൂടെ കാണില്ല. അവർ ഏത് സമയവും നിങ്ങളെ വിമർശിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് നല്ല കാര്യം ചെയ്യാനും നിങ്ങളെ സമ്മതിക്കില്ല. കാര്യം നിങ്ങൾ ചെയ്യുന്നത് മുഴുവൻ അവർ വിമർശിച്ചുകൊണ്ടിരിക്കും. നിങ്ങളെ ഏത് സമയവും അവർ കുറ്റം പറയും. നിങ്ങളുടെ ഒരു കാര്യത്തിനും അവർ കൂടെ കാണില്ല. നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ തോന്നിപ്പോവും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒന്നിനും കൊള്ളാത്തവരാണ്. ഇല്ലേ? അങ്ങനെ ചിലരില്ലേ? നിങ്ങളെ ഒന്നിനും, നിങ്ങളുടെ നല്ല കാര്യങ്ങൾ വന്നാൽ, നിങ്ങൾ എന്തെങ്കിലും നല്ലത് ചെയ്താൽ അപ്രിഷ്യേറ്റ് ചെയ്യാതെ നിങ്ങളുടെ കുറ്റം മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്നവർ, നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യുന്നവർ, ക്രിട്ടിക്കാണവർ. അടുത്ത കുറേ ആളുകളുണ്ട്, എനർജി ട്രെയിനർ എന്ന് വേണേൽ പറയാം. നിങ്ങളുടെ ഉള്ള ഊർജം എല്ലാവരും വലിച്ചെടുക്കും. നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ഒരു കഴിവുമില്ല. നിങ്ങൾ എന്ത് ചെയ്യാൻ പോയാലും അവർ നിങ്ങളെ തടയും. നിങ്ങളുടെ കഴിവുകളെ അവർ നിരന്തരം താഴ്ത്തിക്കെട്ടും. എപ്പോഴും നിങ്ങളെക്കുറിച്ച് മോശമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ തോന്നിപ്പോവും ഞാനൊരു നല്ല വ്യക്തിയേ അല്ല എന്ന്. അങ്ങനെയുള്ള കുറേ ആളുകൾ നമ്മുടെ ചുറ്റിനുമുണ്ട്. ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ അവരെ നമുക്ക് കാണാൻ പറ്റും. കാരണം അവരുടെ ജീവിതം മുഴുവൻ അവർക്ക് ആരും നന്നാവുന്നത് ഇഷ്ടമല്ല, അവർക്ക് ആരും രക്ഷപ്പെടുന്നത് ഇഷ്ടമല്ല. എനർജി ട്രെയിനേഴ്സ് എന്നാണ് അവരെ പറയുന്നത്. അവരെ എനർജി ഇനി വലിച്ചൂറ്റിയെടുക്കും. നമുക്ക് കഷ്ടപ്പെട്ടായിരിക്കും നമ്മൾ കുറച്ച് പോസിറ്റീവ് എനർജി എടുക്കുന്നത്, അത് മുഴുവൻ അവർ വലിച്ചെടുത്ത് കളയും. ഒരിക്കലും അവർക്ക് നമ്മൾ നന്നാവുന്ന ഇഷ്ടമല്ല. ഈ നേരത്തെ പറഞ്ഞ ക്രിറ്റിസിസം ചെയ്യുന്നവരും ഈ എനർജി ട്രെയിനേഴ്സ് ഏകദേശം കുറച്ച് ഒരേ കാറ്റഗറി വരും. എന്നാൽ ഇത് രണ്ടിലും വ്യത്യാസമുണ്ട്. ഈ 2 പേരിലും ഈ 2 സ്വഭാവം ഒരുപോലെ കാണുന്നവരും കാണും, 2 വ്യത്യസ്തമായ സ്വഭാവത്തിന് അങ്ങേ അറ്റത്ത് നിൽക്കുന്ന 2 പേരും കാണും. ഈ സ്വഭാവങ്ങൾ ഉള്ളവർ അങ്ങേ അറ്റം വരെ നിൽക്കും. മൂന്നാമത് ചിലരുണ്ട്, നിങ്ങൾക്കത് പലപ്പോഴും ഓഫീസുകളിൽ കാണാം. നിങ്ങളെല്ലാത്തിനും കൺട്രോൾ ചെയ്യുന്നവർ. നിങ്ങൾ എന്തെങ്കിലും ഒരു ജോലി നല്ലതായിട്ട് ചെയ്യാൻ പോയാൽ അവർ നിങ്ങളെ കൺട്രോൾ ചെയ്യും. അതിൽ തന്നെ സ്നേഹം കൊണ്ട് നിങ്ങൾ എന്തെങ്കിലും തെറ്റുകൾ കാണിക്കാൻ പോയാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പം വരാതിരിക്കാൻ അങ്ങനെ കൺട്രോൾ ചെയ്യുന്നവരുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്കൊരു അപകടം വരാതിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രയാസം വരാതുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ നിങ്ങൾക്ക് ഇന്നതി പോയാൽ നിങ്ങൾ അപകടം വരും, അവർ ചിലപ്പോൾ നിങ്ങളോട് അതിന് പോകരുതേ പോകുന്നത്. ആ ആളുകളെ അല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല. എല്ലാം അവരിപ്പോൾ ഒരു ഓഫീസിൽ തന്നെ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ കൂട്ടത്തിൽ അതുപോലത്തെ ആളുകൾ കാണും. അവർ പറയുന്നത് പ്രകാരമേ നിങ്ങൾ നടക്കാവൂ, അവരുടെ വഴി അനുസരിച്ച് നടക്കാവൂ. ചിലപ്പോൾ പഠിപ്പിക്കുന്ന ചില അധ്യാപകരാണ് ഞാൻ പറയുന്നതിൻ്റെ കൂടെ വിദ്യാർത്ഥികൾ ചെയ്യാവും. ഇതുപോലെ സൊസൈറ്റിയുടെ പല ഭാഗത്തും കാണും. നമ്മളെ ഒരു കാര്യവും സ്വന്തം ഒരു ഓഫീസിലായാലും ഒരു സ്ഥാപനത്തിലായാലും ജീവിതത്തിലായാലും നമ്മുടെ കൂടെ അവർ നമ്മളെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെ പോയാൽ ഇങ്ങനെ പോകരുത് എന്ന് പറയും. അവസാനം നമുക്ക് പോലും തോന്നും നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല, നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല. അതേസമയം നമ്മൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ നമ്മളെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നവർ, നമുക്കൊരു പ്രയാസം വരുമ്പം അല്ലെങ്കിൽ ഒരു ഇത് വരുമ്പോൾ നമ്മളത് തരണം ചെയ്യുമ്പോൾ നിങ്ങളത് തരണം ചെയ്തല്ലോ എന്ന് പറഞ്ഞ് നമ്മുടെ കൂടെ നിൽക്കുന്നവർ, അവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഇപ്പം തന്നെ ഞാൻ പറഞ്ഞു 3 പേര്. 1 നിങ്ങളെ വിമർശിക്കുന്നവർ, 1 നിങ്ങളെ 2 കുറ്റപ്പെടുത്തുന്നവർ, 3 നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നവർ. വേറൊരു ഗ്രൂപ്പുണ്ട്, ഗിൽറ്റ് മേക്കർ എന്ന് അവരെ പറയുന്നത്. കുറ്റബോധം വരുത്തിച്ചു കളയും. നിങ്ങൾ ചെയ്ത പലതും വലിയ തെറ്റുകളാണ്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ നല്ലത് ചെയ്താലും അവർ പറയും അയ്യോ അത് മറ്റു പലരെ അഫക്റ്റ് ചെയ്തു പോയല്ലോ, നിങ്ങളുടെ ജീവിതം ഇല്ലാതായി പോകുമല്ലോ, നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. ഇടയ്ക്ക് നമുക്ക് തോന്നും നമ്മൾ ഈ ചെയ്തത് കറക്റ്റാണോ, അല്ലെങ്കിൽ നമ്മൾ ചെയ്തതെല്ലാം തെറ്റായിപ്പോയോ. നമ്മൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം, ഒരു വർക്കല്ലേ, ഒരു എന്തെങ്കിലും കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അവർ പറയും അയ്യോ അത് പലർക്കും ഇഷ്ടപ്പെടത്തില്ല കേട്ടോ, അങ്ങനെ ചെയ്യരുതേ, അത് അവർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല കേട്ടോ, നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ലേ. പലപ്പോഴും ഈ മേലുദ്യോഗസ്ഥരെ സോപ്പിടുന്നവർ അവരുടെ കൂട്ടത്തിൽ അങ്ങനെ ഉള്ള കുറേ ആളുകൾ ഇങ്ങനെ ചെയ്യുന്ന കുറേ ആളുകളുണ്ട്. എപ്പോഴും അവർ നമ്മുടെ ഉള്ളിൽ കുറ്റബോധം നിറച്ചുകൊണ്ടിരിക്കും. നമ്മളിപ്പോൾ ഒരു എന്താ പറയുന്നത്, ഒരു സ്പോർട്സിന് പോവാണ്, അവർ പറയും അയ്യോ നിങ്ങൾക്ക് നല്ലപോലെ ചെയ്യും, നമ്മൾ നന്നായിട്ടായിരിക്കും ചെയ്യുന്നത്,
അതൊന്നും സാറിന് ഇഷ്ടപ്പെടത്തില്ലേ? അങ്ങനെ ചെയ്യരുതേ, തെറ്റിപ്പോമേ, നിങ്ങൾ ഇങ്ങനെ ചെയ്യരുതേ, അങ്ങനെ ചെയ്യരുതേ. നമ്മുടെ ഉള്ളിൽ ഒരു കുറ്റബോധം വരുത്തിക്കൊണ്ടിരിക്കും. നമ്മൾ ചെയ്യുന്നത് മുഴുവൻ തെറ്റാണ്, അല്ലെ നമ്മുടെ കയ്യിലിരിക്കുന്ന മുഴുവൻ കുഴപ്പമാണ്. അങ്ങനെ നാലാമത്തെ ആളുകൾ അതാണ്. നമ്മളിൽ എപ്പോഴും കുറ്റബോധം വരുത്തും. അഞ്ചാമത്തേതാണ് അടിപൊളി സൂപ്പർ ആളുകൾ. ഒരിക്കലും അവർ നമ്മുടെ വിജയത്തിൽ സന്തോഷിക്കില്ല. അങ്ങേയറ്റം അസൂയുള്ളവരായിരിക്കും. നമ്മളുടെ ഒരു സന്തോഷം അവർക്ക് കാണത്തില്ല. നമ്മളിനി ഏത് അപകടത്തിൽ പോയി ചാടിയാലും അവരനങ്ങില്ല. കൊള്ളാം, നല്ലതാണെന്ന് പറഞ്ഞു തരും. അതേസമയം നമ്മുടെ ഏതൊരു നേട്ടം വന്നാലും, ഇപ്പം നമ്മൾ നല്ലപോലെ ഒരു പാട്ട് പാടി, അല്ലെങ്കിൽ നമ്മൾ നല്ലപോലെ സംസാരിച്ചു, അവരെ അപ്രീഷിയേറ്റ് ചെയ്യത്തില്ല. നമ്മൾ എന്ത് ചെയ്താലും, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്താൽ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ജീവിതത്തിൽ എന്തെങ്കിലും നേടിയാൽ അവരൊരിക്കലും അപ്രീഷിയേറ്റ് ചെയ്യത്തില്ല. എങ്കിൽ ഈ അസൂയ പിടിച്ചവരുടെ കൂട്ടത്തിൽ ചിലരുണ്ട്, അവരെ നമ്മൾ വിശ്വസിക്കുകയും ചെയ്യും. അവർക്ക് എല്ലാ അസൂയയാണ്, അവർ നമ്മളെ ചുമ്മാ പോക്കും. പക്ഷെ അവരുടെ ഉള്ളും മുഴുവൻ നമ്മളോടുള്ള ദേഷ്യവും വൈരാഗ്യമായിരിക്കുന്നു. ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പറ്റി ഈ ഗ്രൂപ്പിൽ പെട്ടവരുടെ അടുത്താണ്. കാര്യം അസൂയ ഉണ്ട് താനും, അവർ തിരിച്ചറിയാത്ത രീതി അവർ പണിയാണ്. അവർ ഉപദേശിക്കുന്ന നമ്മുടെ കാര്യം, അവർ നമ്മളെ ആവശ്യമില്ലാത്തതിനൊക്കെ പൊക്കും. നിങ്ങൾ ചെയ്യുന്നതല്ല, നിങ്ങൾ അടിപൊളിയാണ്. ചില ആളുകൾക്ക് വലിയ ഇഷ്ടമാണ് ഈ പുകഴ്ത്തുന്നത്. പുകഴ്ത്തി കഴിയുമ്പോൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, അല്ലെ ഇങ്ങനെ ഇരിക്കും. കാര്യം അവർക്ക് പുകഴ്ത്തുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അവർക്കറിയില്ല ഈ പുകഴ്ത്തുന്നവരെന്താ ചെയ്യുന്നതെന്ന്. അവരുടെ ഉള്ളിൽ നിറയെ അസൂയായിരിക്കും. എങ്ങനെയും ഇവ നശിക്കട്ടെ എന്ന് പറഞ്ഞായിരിക്കും ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ കൂടെ യഥാർത്ഥത്തിൽ നിൽക്കുന്ന ഒരാൾ നമ്മളെ അങ്ങനെ ചെയ്യത്തില്ല. അവർ തെറ്റുകൾ പറഞ്ഞ് തിരുത്തും. അവർക്ക് അസൂയ കാണത്തില്ല. അസൂയ ഉള്ളവരെ ഭയങ്കരമായിട്ട് സൂക്ഷിക്കണം. അത് സ്വന്തം കുടുംബത്തിലായാലും ചുറ്റുവട്ടത്തായാലും എവിടെ അസൂയ ഒരു വലിയ പ്രശ്നമാണ്. നമുക്കിപ്പോൾ ഒരാളോട് കൂടുതൽ ഇഷ്ടമുണ്ടായാൽ, നമുക്കിപ്പോൾ ഒരാളോട് കൂടുതൽ ഇഷ്ടമാണ്, മറ്റേയാൾക്ക് അസൂയ നമ്മളോട്, എങ്കിൽ അയാൾ എങ്ങനെയൊക്കെ ബന്ധം തകർക്കും. ഏതൊരു കാര്യത്തിലും ഇതുണ്ട്. ജീവിതത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇതുണ്ട്, എല്ലാ ഫീൽഡിലുമുണ്ട്. കലാരംഗത്തുണ്ട്. കലാരംഗത്ത് ഏറ്റവും കൂടുതലുള്ള ഒരു സംഭവമാണ് അസൂയ. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ഈ 3 ഗ്രൂപ്പുകളെ, ഈ 5 ഗ്രൂപ്പുകളെ സൂക്ഷിച്ചുകൊള്ളുക. നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യുന്നവർ, നിങ്ങളെ ഏത് കാര്യത്തിനും കുറ്റപ്പെടുത്തുന്നവർ, നിങ്ങളുടെ ഉള്ളിൽ കുറ്റബോധം വളർത്തുന്നവർ, നിങ്ങളുടെ എനർജി ട്രെയിൻ ചെയ്യുന്നവർ, നിങ്ങളോട് അസൂയയുള്ളവർ, ഇവരെല്ലാം നിങ്ങൾ സൂക്ഷിക്കണം. ഇങ്ങനെയുള്ള ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ അവരെ പതുക്കെ അങ്ങ് മാറ്റി നിർത്തിക്കളയുക. കാരണം അവർ നമ്മുടെ കൂടെ ഇല്ലെങ്കിലും നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കും. എന്നും മനസ്സിലാക്കേണ്ട കാര്യം, ഒരു മനുഷ്യൻ അവൻ്റെ കൂടെ നിൽക്കുന്ന, അവൻ്റെ പ്രയാസങ്ങളിലും വേദനകളിലും വിഷമങ്ങളിലും കൂടെ നിൽക്കുന്ന, അവൻ എന്തു വന്നാലും അവനെ സഹായിക്കുന്ന, അവൻ്റെ ഒപ്പം നിൽക്കുന്നവരുടെ കൂടെയാണ് നിൽക്കേണ്ടത്. അല്ലാതെ അവനെ വിമർശിക്കുന്ന ചിലരുണ്ട് നല്ലതിനു വേണ്ടി, ചിലരുണ്ട് ഏത് സമയവും തകർക്കാൻ വേണ്ടി വിമർശിക്കുന്നവർ. രണ്ടിനും തിരിച്ചറിയാൻ പറ്റും. നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചാൽ മതി. ദൈവം നമുക്കതിനുള്ള ബുദ്ധി തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ളവരുമായി കൂട്ടുകെട്ട് കൂടി നിങ്ങളുടെ ജീവിതം ഇല്ലാതാക്കരുതേ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. നിങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ഡോക്ടർ ഡഗ്ലസ്